സംസ്ഥാന നിലവിലുള്ള അവസ്ഥ എന്താണ്? നിലവിൽ പഞ്ചാരക്കൊല്ലി പ്രദേശം മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായുള്ള പ്രദേശത്താണ് രാധയുടെ മരണമുണ്ടായത്. അതിനെ തുടർന്നുള്ള പ്രതിഷേധത്തെ തുടർന്ന് വെടിവെക്കാനുള്ള ഉത്തരവ്, അതിനുശേഷം സമരം അവസാനിക്കുന്നു. രാധയുടെ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് രാവിലെ മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷമുണ്ടായ ഒരു അപ്ഡേഷൻ, വീണ്ടും ആ കടുവയുടെ സാന്നിധ്യം അവിടെ ഒന്ന് രണ്ട് ആളുകൾ കാണുകയും അവർ ഫോറസ്റ്റിനെ അറിയിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. വെടിവെക്കാൻ ഉത്തരവ് ഇറക്കി എന്ന് പറയുന്ന മന്ത്രിയും ആ ഉത്തരവ് നിലനിൽക്കെ ആളുകൾ കടുത്ത ആശങ്കയിലും പ്രയാസത്തിലുമാണ്. ആ ആശങ്കയുടെയും പ്രയാസത്തിന്റെയും അടിസ്ഥാനം, സാധാരണഗതിയിൽ ഒരു കടുവ വനപ്രദേശത്ത് നിന്നും നാട്ടിൻപുറങ്ങളിലേക്ക് വരികയും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും നമ്മൾ കൂടുവെച്ച് കടുവയെ പിടിക്കാൻ കാത്തിരിക്കുകയും ചെയ്യുന്നത് പുൽപ്പള്ളിയിലെ അമരക്കുനിയിൽ നമ്മൾ 5-6 ദിവസം കാത്തിരുന്നവരാണ്. പക്ഷെ ഇവിടെ വളർത്തുമൃഗത്തെ അല്ല കടുവയുടെ ആക്രമണം മൂലം നഷ്ടപ്പെട്ടത്, ഒരു മനുഷ്യന്റെ ജീവനാണ്. അതുകൊണ്ട് ആളുകൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. കാരണം മനുഷ്യനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊന്ന് അതിന്റെ ഭക്ഷിച്ച ഒരു കടുവയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അത്ര നിസാരവൽക്കരിച്ച് കാണാൻ കഴിയുന്നതല്ല. പക്ഷെ ഉത്തരവുകൾ കൊണ്ട് കാര്യമില്ല. ഇതുവരെ ആളുകളുടെ ആശങ്ക പരിഹരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മുന്നോട്ടു പോക്ക് നടന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഈ രാത്രിയിൽ പ്രത്യേകിച്ച് ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഫോറസ്റ്റിന്റെ പരിമിതി ഉണ്ട്. പക്ഷെ ആ ഒരു രാത്രി എന്ന് പറയുന്നത് പഞ്ചാരക്കൊല്ലി, ജെസി, ചെറക്കര, പിലാക്കാവ് 4 ഡിവിഷൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ 4 ഡിവിഷൻ എന്ന് പറയുമ്പോൾ തന്നെ 5000-ലധികം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഒരു രാത്രി ഭയത്തോടുകൂടി ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. നാളെ രാവിലെ മുതൽ അവർക്ക് നിയന്ത്രണങ്ങൾ, പുറത്തിറങ്ങുന്നതിനും അവരുടെ വിളവെടുക്കുന്നതിനും, അനിൽ പറഞ്ഞതുപോലെ കാപ്പി വിളവെടുപ്പിന്റെ സമയമാണ്. ഇതെല്ലാം ഒരു പ്രതിസന്ധിയിലാവുന്ന ഒരു ഘട്ടത്തിലാണ്. പക്ഷെ സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവ് കൊണ്ട് കാര്യമില്ല, ഊർജിതമായ നടപടികളിലേക്ക് കടക്കണം. പക്ഷെ എനിക്ക് ആ ഉത്തരവിൽ തന്നെ ചെറിയ അവ്യക്തതകൾ ഉണ്ടെന്നാണ്. അത് ഞാൻ ചർച്ചയുടെ തുടർഭാഗങ്ങളിൽ അത് പറയാം. പക്ഷെ എന്നാലും ആ കടുവയെ അവിടെ നിന്ന് മാറ്റുക, വെടിവെച്ചാണെങ്കിൽ വെടിവെച്ച്, വെടിവെച്ചാണെങ്കിൽ വെടിച്ച്, ഏത് തരത്തിലാണെങ്കിലും കടുവയെ പഞ്ചാരക്കൊല്ലി പ്രദേശത്ത് നിന്ന് അടിയന്തരമായി മാറ്റിയാൽ മാത്രമേ ആ പ്രദേശത്തെ ജനജീവിതം സാധാരണഗതിയിലേക്ക് വരുത്താൻ നമ്മൾക്ക് കഴിയുകയുള്ളൂ. ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ, ഒരു ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ അത് രൂപപ്പെടുന്ന ഉടനെ ഉണ്ടാക്കുന്ന ചില വാക്കുകൾ മാത്രമായി ഉറപ്പുകൾ മാറരുത്. അത് വയനാടിന്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ അങ്ങനെ ചില ഉറപ്പുകൾ പറയുകയും പ്രതിഷേധം അവസാനിപ്പിക്കുകയും പിന്നീട് ആ പറഞ്ഞ വാക്ക് പാലിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് 1-2 കാര്യങ്ങളിലാണെങ്കിൽ നമുക്കത് വിട്ടുപോയതാണ്, മറന്നുപോയതാണ് എന്ന് പറയാൻ കഴിയും. പക്ഷേ 1-2 കാര്യങ്ങളിലല്ല, ഒത്തിരി കാര്യങ്ങളിൽ ഒരു പ്രതിഷേധത്തെ ശമിപ്പിക്കാൻ വാക്ക് പറയുകയും പിന്നീട് ആ വാക്ക് പാലിക്കപ്പെടാതിരിക്കുകയും ചെയ്ത ഗുരുതരമായ ഒരു സാഹചര്യം കൂടി വയനാട്ടിൽ നിലവിലുണ്ട്. പാഴ്വാക്ക് പറഞ്ഞ് ജനങ്ങളെ താൽക്കാലികമായി പ്രതിഷേധത്തു നിന്നും പിന്നോട്ട് മാറ്റി കടന്നു പോകാൻ കഴിയുന്ന ഒരു വിഷയമല്ല പഞ്ചാരക്കൊല്ലിയിലുള്ളത്. ആ കുടുംബത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം. ആ ആളെ കൊന്ന് ഭക്ഷണം കഴിച്ച കടുവയെ അടിയന്തരമായി ആ പ്രദേശത്തു നിന്നും റിമൂവ് ചെയ്യുന്നുള്ള നടപടികൾ സ്വീകരിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റി അവരുടെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അത് എത്ര ദിവസം വൈകുന്നു അത്രയും നാൾ ആ പ്രദേശത്ത് ഉണ്ടാവുന്ന പ്രയാസങ്ങൾ വിവരിക്കാൻ കഴിയാത്തതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് കാപ്പി വിളവെടുക്കുന്നതിനും മറ്റു വിളവെടുക്കുന്ന സമയമാണ്. കുട്ടികളുടെ പരീക്ഷയുടെ സമയമാണ്. ഇപ്പൊ നേരത്തെ സ്കൂളുകളിൽ ക്ലാസ് തുടങ്ങുന്നതാണ്, വൈകിട്ടാണ് ക്ലാസ്സുകൾ അവസാനിക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ആ ജനത അനുഭവിക്കേണ്ടി വരും. അതിനൊരു ഇട കൊടുക്കരുത്. ഇനി ഒരു പ്രതിഷേധത്തെ തെരുവിൽ കാണുന്ന രീതിയിലേക്കുള്ള ഇടപെടലല്ല സർക്കാരിന്റെ ഭാഗത്ത് വേണ്ടത്. പ്രതിഷേധമില്ലാതെ ആശങ്ക അകറ്റി ജനങ്ങളെ കൂടെ നിർത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾക്ക് സർക്കാർ അടിയന്തരമായി ഉത്തരവ് മാത്രമല്ല നടപടികൾ ആവശ്യമാണ്.